ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയണമെന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയണത്. അപ്പോൾ ഞാൻ വൈകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ട ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം എല്ലാവരുടെ മൊബൈലുണ്ടാവും. അപ്പോൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് സെർച്ച് കൊടുക്കുക youtube.com. youtube.com സെർച്ച് ചെയ്യുമ്പോൾ താഴെയുള്ള സജഷൻ ഒന്നും ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോകും. അപ്പോൾ അതിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്കിത് ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കണം. അതിന് റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് വ്യൂ ആയിട്ട് നിൽക്കും. ഇങ്ങനെ ആക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ലോഡാവുന്നുള്ളൂ. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ തന്നെയുള്ള. എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ താഴേക്ക് നോക്കാം. അവിടെ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണും. ഇപ്പം കണ്ടോ, ആ സെറ്റിങ്സിൻ്റെ ചിഹ്നത്തുമ്പോൾ നിൽക്കാം. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജനറലിൻ്റെ താഴെ ചാനൽ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബേസിക്കിൻ്റെ ഇപ്പുറത്ത് അഡ്വാൻസ് സെറ്റിംഗ്, ചാനൽ, അഡ്വാൻസ് സെറ്റിംഗ്. എന്നിട്ട് താഴോട്ട് പോവുക. താഴോട്ട് പോവുക. അതിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ എൻ്റെ കാണാൻ പറ്റില്ല. അത് ടിക്ക് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ലൈവായിട്ട് തന്നെ. സേവ് കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. സേവ് ചെയ്ത് കുറച്ച് നേരം അപ്പം തന്നെ ഞാൻ അത് കാണിച്ചു തരാം. അയ്യോ, അതെ ഇപ്പോൾ അതേ കണ്ടോ, എൻ്റെ താഴെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ആദ്യം ഞാൻ വീഡിയോയുടെ മുമ്പ് ഞാൻ കാണിച്ചപ്പോൾ കണ്ടില്ല, കാരണം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കത്. ഇപ്പം ഇത് ഓഫ് ചെയ്ത് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീഡിയോ വൈറലാവുകയാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നോക്കില്ല, അല്ല അവർക്ക് കാണൂല. അപ്പോൾ അതിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പോൾ നമുക്ക് കുറവ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു മടിയായിക്കോളും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും പറ്റും. എനിക്കങ്ങനെ കൂടിയിട്ടുണ്ട്, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ, അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇറങ്ങുന്ന പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.